ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുറൂസുൽ ഇസ്ലാം 2-ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 5ാം ക്ലാസ്സിലെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തേത് അൽ ഇസ്മിൻ്റെ അടുത്ത് നമ്മുടെ പേര് എഴുതുക, പിന്നെ റക്കമിൻ്റെ അടുത്ത് നമ്മുടെ ഹാജർ നമ്പർ എഴുതുക. ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേര്. ഒന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേര് എന്താണ്? അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേര് ഫാറൂഖ്, അബു ഹഫ്സ്, അസദുള്ള. ഏതാണ്? അബു ഹഫ്സ് അല്ലേ. രണ്ടാമത്തേത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മറവ് ചെയ്ത സ്ഥലം ഏതാണ്? മക്ക, മദീന, കൂഫ. മൂന്നാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 12 വർഷം, 10 വർഷം, 30 വർഷം. ഏതാണ്? 12 വർഷം. ജിന്നുകളിൽ വിശ്വസിക്കൽ ഹറാമ്, വാജിബ്, സുന്നത്ത്, വാജിബ്. പിന്നെ എന്താണ്? റഹ്ബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം, ആവശ്യം, വിതരണം. ഏതാണ്? ആഗ്രഹം. അടുത്തത് എന്താണ്? ആറാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം റബീഉൽ അവ്വൽ, റമളാൻ, ദുൽഖിജ്ജ. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കുക. എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? അതെ, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അപ്പോൾ ഡി ഇവിടെ എഴുതുക. അടുത്തത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിം, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സേവിച്ച ആരാണ്? അതെ, അസ്ലമാണല്ലേ. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അസ്ലമിൻ്റെയും കഥ പഠിച്ച് ഓർമ്മയില്ലേ? ഒമ്പതാമത്തേത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് എന്താണ്? ഹൈദർ, അസദുള്ള എന്നൊക്കെ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഒരു ഭാഗത്ത് അസദുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ഹൈദർ. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? അതെ, അബൂ ലുഹ്ൽ. ഘാതകൻ എന്ന് വെച്ചാൽ അതായത് ഓരെ കൊന്നത്, അതായത് ഒരു കൊലപാതകം നടത്തുന്ന ആൾക്കാരില്ലേ, ഒരു കൊലപാതകം ചെയ്തത് അബൂ ലുഹ്ൽ അല്ലേ. അപ്പോൾ എഴുതുക. അവസാനത്തത് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ കലാപത്തിൻ്റെ സൂത്രധാരൻ ആരാണ്? ഇബ്നു സബർ. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? പൂരിപ്പിക്കുക. 12 ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ, അതായത് ഡാഷ് എന്നുള്ളിടത്ത് കാഫിറുകളെന്ന് എഴുതുക. 13 സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഡാഷിൻ്റെ സുവർണ്ണകാലം അവസാനിച്ചു, ഖിലാഫത്തിൻ്റെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോൾ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അടുത്തത് എന്താണ്? ഇന്നസ് വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാനു മസ്ഊല. അടുത്തത് ഇർതഖബ്തു അലൽ അതാ ആയിര അസിരി വഅദാ ലാ അഷ്കു ഫീയ സയ്യിദി ഗൈറൻ നബി. ഒരു ബൈത്താണല്ലേ ഇത്. അടുത്ത പ്രവർത്തനം എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. എന്താണ്? 18 ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ശാന്തി, സമാധാനം. അടുത്തത് അലി റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്ത യുദ്ധം ഏത്? തബൂക്ക് യുദ്ധം അല്ലേ. മൻ സാല മൂസ അയ്യുനാസി ആലം അനാലം. അടുത്തത് എന്താണ്? സുനൂറൈൻ. എന്താണ് മൻ സാല മൂസ അയ്യുനാസി ആലം എന്ന് വെച്ചാൽ? മൻ സാല മൂസയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി ആരാണ്? അപ്പം മൂസ നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി എന്തായിരുന്നു? അന ആലം, ഞാനാണ് ആ വ്യക്തി. അടുത്തത് എന്താണ്? സുനൂറൈൻ എന്ന പേര് ലഭിച്ച മഹാനാര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ജുലസായ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സദസ്യർ. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ വയസ്സ് എത്ര? അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? ശത്രുക്കൾ വീട് വളയുമ്പോൾ വിരിപ്പിൽ കിടത്തി പണം സൂക്ഷിക്കാൻ കൊടുത്തു.
സഹിഷ്ണുതയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകി? മറ്റുള്ള ദേവാലയങ്ങൾക്ക് കേടുപാട് വരുത്തരുത്, മറ്റു മതക്കാരെ ആക്ഷേപിക്കരുത്. അടുത്തതെന്താണ്? അലി റളിയല്ലാഹു അൻഹുവിനെ ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ധീരയോദ്ധാവ്, പ്രഗത്ഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങളിൽ 2 എണ്ണം എഴുതുക. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി. ബൈത്തുൽ മാലിൽ നിന്ന് എല്ലാവർക്കും വാർഷിക വിഹിതം നൽകി. അൽ മലായികത്തു യഹ്ളുറൂന മജാലിസി സിക്റ. സാരമെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിക്റിൻ്റെ സദസ്യൻ. പരിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? നന്മകൾ നോക്കിയും തിന്മകൾ നോക്കാതെയും ആണ് ശുക്ർ ചെയ്യേണ്ടത്. മാസ ഔഹല്ലാഹു ഇലൽ മൂസ ഇസ്സലാം. എന്താണ് അതിൻ്റെ ഉത്തരം? ഫഔഹല്ലാഹു ഇലൈഹി അന്ന അബ്ദം മിൻ ഇബാദി ബിമജ്മഅ ബഹ്റൈനി വഅലമു മിൻക. ഇതാണ് അതിൻ്റെ ഉത്തരം. എന്താണ് ഇനി അടുത്തത്? 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അതെ, വിപ്ലവത്തിനൊരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്തു, അക്രമം അമർച്ച ചെയ്തു, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു, ശത്രുക്കൾ പണി കഴിപ്പിച്ച നാവികസേനയെ ഏർപ്പെടുത്തി, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. ഇത്രയൊക്കെ എഴുതാം മതി. രണ്ടാമത്തേത് എന്താണ്? 33 ജിന്നുകളെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടത്? ജിന്നുകൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ജിന്നുകളിൽ കാഫിറുകളാണ് ശൈത്താന്മാർ. അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. അവർക്ക് നമ്മെ കാണാൻ കഴിയും, പക്ഷേ നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല. അവരിൽ വിവാഹം കഴിക്കുന്നവരുണ്ട്. അവർക്ക് നന്മ ചെയ്താൽ കൂലിയും തിന്മ ചെയ്താൽ ശിക്ഷയും ലഭിക്കും. അവരിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിൽ മുനാഫിക്കുകളും മുക്കല്ലഫുകളുമുണ്ട്. അവരിൽ ജോലി ചെയ്യാത്തവരുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് ദുറൂസുൽ ഇസ്ലാമിൻ്റെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് കണ്ടതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ.